നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുകയും അവന് എപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ഇവിടെ പത്രോസ് രണ്ടാം ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ചിതറിപ്പാർക്കുന്നതായ പരദേശികളായ വിശ്വാസികൾക്ക് നൽകുന്നതായ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് നാം വായിച്ച് കേട്ടത്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ എന്നാണ്. ഈ വിഷയമാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ ആരംഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നാം വളരുന്നതിന് മുമ്പ് ആദ്യമായി സംഭവിക്കുന്നത് ജനനമാണ് എന്നുള്ളതായ വിഷയം ഓർത്തുകൊണ്ട് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അതിനാൽ പെട്ടെന്ന് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ജനനം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ആരംഭത്തിൽ ചിന്തിച്ചത്. വീണ്ടും ജനനം മൂലം എങ്ങനെയാണ് നാം ദൈവമക്കളായിത്തീരുന്നത് എന്ന് നാം ഓർത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരാൾ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നതായ ആ നിമിഷത്തിൽ തന്നെ ഒരു ആത്മീകമായ ജനനം സംഭവിക്കുകയും തന്മൂലം ദൈവകുടുംബത്തിലെ അംഗമായി തീരുന്നു, ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിത്തീരുന്നു എന്നുള്ളതായ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നാം ഓർക്കുകയുണ്ടായി. പിന്നീട് നാം വീണ്ടും ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് 4 വിധത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. നാം വീണ്ടും ജനനം സംഭവിക്കുന്നതായ സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്നത് ഒരു ആത്മീകമായ ജനനമാണ്. മാത്രമല്ല, നമുക്ക് ആത്മീകമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുകയാണ്. മൂന്നാമതായി നാം ഓർത്തത്, നാം ഒരു പുതിയ ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. അതിനായിട്ട് നാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലുള്ള വാക്യമാണ് ഓർത്തത്. നാം ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലേക്ക് നാം ആയിത്തീർന്നു എന്നുള്ളതായ കാര്യമായിരുന്നു. പിന്നീട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ നാം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു, ഒരു ആത്മീയ സൃഷ്ടിപ്പിന് നാം അധീനരായി തീർന്നു എന്ന് നാം ഓർക്കുകയുണ്ടായി. വീണ്ടും ജനനത്തിൻ്റെ വിധം എന്തായിരുന്നു എന്ന് നാം ചുരുക്കമായിട്ട് ഓർക്കുകയുണ്ടായി. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ, ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും നമുക്ക് സംഭവിച്ചതായ കാര്യമാണ് എന്നും അതൊരു ബാഹ്യമായ യാതൊരു കർമ്മത്താലല്ല സാധ്യമായി തീരുന്നത് എന്നുള്ളത് നാം വ്യക്തമായി ഓർക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് നാം എങ്ങനെയാണ് അനുഭവിക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായതായ ഇനിഷ്യേറ്റീവ് എന്നുള്ളത് നാം ഓർത്തു. നാം ഒന്നും ചെയ്തില്ല. ആ സാക്ഷാൽ ദൈവവചനമായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും കൈക്കൊള്ളുവാനും ഇടയായി എന്നുള്ളതായ കാര്യമാണ് അതിന് കാരണമായി തീർന്നത് എന്ന് നാം ഓർക്കുകയുണ്ടായി. പിന്നീട് നാം വീണ്ടും ജനിച്ചതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലമായി കാണുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അനേക ഫലങ്ങളെക്കുറിച്ച് നാം ഓർത്തു. വീണ്ടും ജനനം മൂലം ഒരാൾക്ക് ഉണ്ടാകുന്നതായ ആ വ്യതിയാനം, ജീവിതത്തിലുണ്ടാകുന്നതായ രൂപാന്തരം, അത് മുഖാന്തരം ഉണ്ടാകുന്നതായ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നാം ഓരോന്നോരോന്നായിട്ട് ഓർക്കുകയുണ്ടായി. അങ്ങനെ വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പുള്ളതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ ഏറ്റവും പ്രധാനമായ വിഷയമാണ് ജനിച്ചതായ ശിശു ആത്മീയമായ ഒരു വളർച്ച പ്രാപിക്കണം എന്നുള്ളത്. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ നമുക്ക് വളരാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ദൈവം നമുക്ക് ജനനം നൽകിയത്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നാം ജനിച്ചതായ സന്ദർഭത്തിൽ ഒരുപക്ഷെ നമ്മളെ പോറ്റി വളർത്താനുള്ളതായ എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും ഒരുക്കിയിട്ടായിരിക്കുകയില്ല അവർ നമുക്ക് ജന്മം നൽകിയത്. എന്നാൽ മറ്റുള്ളവരുടെ സഹായത്താലും അതുപോലെ നമ്മുടെ അധ്വാനത്താലും നമുക്ക് വളർച്ച ലഭിക്കാനായിട്ട് കാരണമായി തീർന്നു. അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ പ്രത്യേകമായ കരുതലായിരുന്നു എന്ന് മാത്രമേ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കും അവരുടെ തലമുറകൾക്കും ഉള്ളത് അവരൊരുക്കി വെച്ച ശേഷമാണ് അവർ കുടുംബജീവിതം ആരംഭിക്കുന്നതും അതുപോലെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അതിനെ വളർത്താനുള്ളതായ എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഓൾറെഡി ലഭ്യമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
എന്നാൽ നമ്മളൊക്കെ ജനിച്ചു വളർന്നതായ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല. വളരെ ഞെരുങ്ങിയും ഭാരപ്പെട്ടും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നമ്മെ വളർത്തുവാൻ, നമ്മെ ഉയർത്തുവാനായിട്ട് അവർ പരിശ്രമിച്ചു എന്നുള്ളത് നാം എപ്പോഴും ഓർക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അവരോട് നമുക്ക് എപ്പോഴും നന്ദിയും സ്നേഹവും വിധേയത്വവും ഉണ്ട് എന്നുള്ളതും ഞാൻ സന്ദർഭോചിതമായി ഓർക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളെയും ഞാൻ ഈ സമയത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസം നാം കർത്താവിൽ അർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് നാം റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ തൻ്റെ പുത്രനോട് നമ്മെ അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞ ശേഷം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം ഒരു ദിവസം നമ്മുടെ ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി അവനെപ്പോലെ അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ അവൻ്റെ പ്രതിമയായി തന്നെ നാം അവനെപ്പോലെ ആയിത്തീരുവാനായിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവനുള്ളതായ എല്ലാ ഗുണലക്ഷണങ്ങളും നമ്മളിൽ വിളങ്ങത്തക്ക നിലയിൽ നാം അവനോട് അനുരൂപരായി തീരുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകുവാനായിട്ടാണ് ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതായ തിരിച്ചറിവാണ് നമുക്ക് ആത്മീകമായി വളരുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രായോഗികമാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണം. നാം വായിച്ചതായിരിക്കുന്ന പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 3 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം പ്രാപിക്കേണ്ടതിനു വേണ്ടി ആണ് എന്നിവിടെ പത്രോസ് എടുത്തു പറയുകയാണ്. അപ്പോൾ ആ അവകാശം പ്രാപിക്കുന്നതിലേക്ക്, ആ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ, അവൻ്റെ പുത്രനോട് അനുരൂപരായി തീരുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും കർത്താവ് ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദിനംതോറും നാം ആത്മീകമായി വളരുവാനായിട്ട് ആവശ്യമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയമായി ഒരുവൻ വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് അനുരൂപനായി തീരുക, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപനായി തീരുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവാണ് നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ളതായ ബലം ലഭിക്കുവാൻ കാരണമാകുന്നത്. നാം ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്നതായ തിരുവചനം നാം വായിക്കേണ്ടതുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കർത്താവ് എങ്ങനെയുള്ളവനാണ്, കർത്താവിൻ്റെ ഹൃദയം എന്താണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മനസ്സെന്താണ്, കർത്താവ് എന്താണ് നമ്മോടുള്ള ബന്ധത്തിലും ലോകത്തോടുള്ള ബന്ധത്തിലും തൻ്റെ സഭയോടുള്ള ബന്ധത്തിലും ഒക്കെയും ചിന്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ഉപാധി അതിനില്ല. കർത്താവിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ആധികാരികമായിട്ട് അറിയണമെങ്കിൽ ഒരു ദർശനമോ ഒരു പ്രവചനമോ മറ്റൊരാളുടെ ഉപദേശമോ അല്ലെങ്കിൽ സതുപദേശമോ ഒന്നും കൊണ്ട് സാധ്യമല്ല. നാം തീർച്ചയായും കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ മനസ്സെന്താണ് എന്ന് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായ തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സ്വന്തമായിട്ട് കഴിയുകയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? നാം ദിനംതോറും ദൈവത്തിൻ്റെ വചനം പാരായണം ചെയ്യണം. മാത്രമല്ല ആ ലഭിക്കുന്നതായ ദൈവികമായ സത്യങ്ങൾ, കൽപ്പനകൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം പ്രായോഗികമാക്കി അനുസരണത്തോടുകൂടെ
നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന പാപത്തിന്മേലുള്ളതായ ആ പോരാട്ടം നടത്തി അതിന്മേൽ ജയം വരിച്ച് നാം കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തിരുവചനമാണ് വാസ്തവത്തിൽ നമ്മളെ ആത്മീകമായി വളർത്തുവാനായിട്ടിടയായിത്തീരുന്നത്. മറ്റൊരു കാര്യം, നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു നിലയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. നാം ഗലാത്യ ലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അതിൽ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമെന്ന് പറയുന്നത് ജഡത്തിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളുമാണ്. ഈ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ജഡത്തിൻ്റെ പ്രവൃത്തികളെന്നാണ് പറയുന്നത്, ആത്മാവിൻ്റെ ഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുവൻ ആ ജഡത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ചിരുന്ന കാലമുണ്ട്, പാപത്തിന് അധീനപ്പെട്ട് പാപത്തിൻ്റെ പ്രവൃത്തികളിൽ തുടർന്നതായൊരു കാലമുണ്ട്. അതിൽ നിന്ന് അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോഴും അവൻ ഈ ജഡത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ അവനിൽ ഉള്ളതായൊരു ആത്മീക മനുഷ്യനാണ് ആത്മാവിൽ ജനനം സംഭവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ആത്മാവിലുള്ള ജീവിതം നയിക്കുന്നതിന് ദൈവാത്മാവിൻ്റെ സഹായമാണ് ലഭ്യമായിത്തീരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജഡത്തിലെയും ഒരു പോരാട്ടമുണ്ട്, ആത്മാവിലെയും നമുക്ക് ഒരു പോരാട്ടമുണ്ട്. അഥവാ ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ളതായിരിക്കുന്ന പരിശ്രമമുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജഡത്തിൽ നാം ജീവിക്കുന്നതായ സന്ദർഭത്തിൽ ജഡീകമായ ഇച്ഛകളും ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ കയറി വന്ന് നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നതായ സന്ദർഭത്തിൽ അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് ആത്മീകമായിരിക്കുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണമെന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് ആത്മാവിൻ്റെ ഫലം നമ്മിൽ പുറപ്പെടുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവന് ജഡീകമായ ജീവിതത്തിലെ ഇച്ഛകളുമുണ്ട്, അപ്പോൾ തന്നെ ആത്മാവിൻ്റെ ഇച്ഛകളുമുണ്ട്. എന്നാൽ നാം ഏതിനെ പരിപോഷിപ്പിക്കുന്നുവോ അതിനനുസരണമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് വളർന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഈ ആത്മാവിൻ്റെ വളർച്ച ലഭിക്കണമെങ്കിൽ നമ്മുടെ ശാരീരികമായിരിക്കുന്ന ശക്തി കൊണ്ട് നമുക്ക് സാധ്യമല്ല, നമ്മുടെ ശാരീരികമായ പവർ കൊണ്ട് ഒരിക്കലും അത് സാധിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിന് നാം എത്രത്തോളം വിധേയപ്പെട്ട് ജീവിക്കുന്നുവോ, എത്രത്തോളം ആത്മനിറവിൽ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആത്മീകമായി വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും, നാം ജഡത്തെയാണ് പരിപോഷിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജഡീകമായ പ്രവൃത്തികളായിരിക്കും വെളിപ്പെട്ട് വരുവാനായിട്ടിടയാകുന്നത്. നമുക്ക് ജഡീകമായ ചിന്തകളെയാണ് നാം താലോലിച്ച് വളർത്തുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവൃത്തികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ സംസാരവേളകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ധാർമ്മികമായ ജീവിതത്തിലൊക്കെ അങ്ങനെ ജഡീകമായിരിക്കുന്ന പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുവാനായിട്ടിടയായിത്തീരും. നേരെ മറിച്ച് നാം ആത്മീയമായ വിഷയങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്കിൽ ആത്മാവിനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളിലാണ് നമുക്ക് കോൺസെൻട്രേഷൻ ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മീകമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനിടയാകും. വചനം വായിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, സുവിശേഷം പറയുന്നതിന്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, കരുണ കാണിക്കുന്നതിന്, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് നാം വളരെ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുവൻ ആത്മീയമായി വളരും തോറും അവനിൽ ആത്മാവിൻ്റെ ഫലമാണ് കൂടുതലായി കാണുവാനായിട്ടിടയാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഈ ആത്മീയ വളർച്ച ഏത് തരത്തിലുള്ളതായ വളർച്ചയാണ്, ടൈപ്പ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഉണ്ടാകുന്നതായ ആത്മീകമായ വളർച്ച എന്ന് പറയുന്നത് അത് പരസ്പര ബന്ധമുള്ളതായ വളർച്ചയാണ്, ഇൻ്റർ റിലേറ്റഡ് ഗ്രോത്താണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനൊരു വളർച്ച ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല വളരുന്നത്, കൈ മാത്രമല്ല വളരുന്നത്. നമുക്ക് ശരീരത്തിൽ പോഷകാംശങ്ങളും ഭക്ഷണവും എല്ലാം നാം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിലും അതിൻ്റെ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശിശു ജനിച്ച് വളർന്ന് വലുതാകുമ്പോൾ അതിൻ്റെ ഒരു പ്രായപൂർത്തിയിൽ എത്തുന്നത് വരെ വളർച്ച എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആന്തരികമായ അവയവങ്ങളിലും
ബാഹ്യമായ അവയവങ്ങളിലും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കണ്ണിനെ തന്നെ എടുക്കുക. കണ്ണാണെങ്കിൽ ചെറുപ്പത്തിലുള്ള കണ്ണിൻ്റെ ആ വലിപ്പമല്ല, വളരും തോറും വളർച്ചയ്ക്കനുസരിച്ചുള്ളതായിരിക്കുന്ന കണ്ണിൻ്റെ വലിപ്പം കൂടുകയാണ്, കണ്ണിൻ്റെ ശേഷി കൂടുകയാണ്. അതുപോലെ മറ്റെല്ലാ അവയവങ്ങളും അങ്ങനെ തന്നെയാണ്. ആന്തരികമായ അവയവങ്ങളും ബാഹ്യമായ അവയവങ്ങളും ഒരുപോലെ അങ്ങനെ വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ആ പരസ്പരമുള്ളതായിരിക്കുന്ന ഇൻ്റർ റിലേറ്റഡ് ഗ്രോത്ത് ആണ് ശരിക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി ഒരുത്തനെ രൂപപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം വളരെ അധികം മനസ്സിലാക്കാനുള്ളതായ ഒരു ആത്മീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 3 തരത്തിലുള്ളതായ ബന്ധമാണ്. ഒന്നാമത് നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ അപ്വാർഡ് ആയിട്ടുള്ളതായ ആ ബന്ധം, അതിൻ്റെ വളർച്ചയാണ്. നാം രക്ഷിക്കപ്പെട്ടു, നാം ദൈവമക്കളായി തീർന്നു. എന്നാൽ ആ ദൈവവുമായി നമ്മെ രക്ഷിച്ച കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് നമുക്ക് എത്രമാത്രം വളർച്ച കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവനുമായിട്ടുള്ള ആ കൂട്ടായ്മ, ഇൻറ്റിമസി, കർത്താവുമായിട്ടുള്ളതായ ഇമ്പമായ ഇഴുകിച്ചേരൽ, അതെത്രമാത്രം നാം അനുഭവിക്കുവാൻ ഇടയാകുന്നു, അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു ആത്മീയമായ വളർച്ചയാണ് നമുക്കുണ്ടാകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അത് നമുക്ക് മാജിക് കൊണ്ട് സാധിക്കില്ല, നാം പാട്ടുപാടിയതുകൊണ്ട് സാധിക്കുകയില്ല, നാം കുറേ എന്തെങ്കിലും കാര്യങ്ങൾ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ട് സാധിക്കുകയില്ല. നാം അതിന് ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം നാം നിരന്തരമായി വായിക്കുകയും മനസ്സിലാക്കുകയും അതിലെ സത്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സും താല്പര്യവും ഉണ്ടാകുകയും അത് നിമിത്തം നമുക്ക് ദൈവികമായ ആ അപ്വാർഡ് ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത് നമ്മിൽ തന്നെ ഉള്ളതായിരിക്കുന്ന, നമ്മോടുള്ളതായിരിക്കുന്ന ആ ഒരു കടപ്പാടാണ്. അതിനാണ് ഇൻവേർഡ്, നമ്മിലേക്ക് തന്നെ, നമുക്ക് തന്നെ ഉള്ളതായിരിക്കുന്ന ഒരു ആത്മീകമായ വർധനവ്, ജീവൻ. നാം ജനിച്ചു, അതുകൊണ്ട് അവസാനിക്കുന്നില്ല, നാം വളരുകയാണ്. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകണം. മാത്രമല്ല നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നതായ ഈ അവസ്ഥയിൽ ഞാൻ എപ്രകാരമായിരിക്കണമെന്നുള്ള ബോധം നമ്മളെ ഭരിക്കുമ്പോൾ അത് നാം തിരുവചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുമ്പോൾ വ്യക്തിപരമായി ഞാൻ എപ്രകാരം ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കണം, വളരണം എന്നുള്ളതായ ബോധം നമ്മളെ ഭരിക്കുകയും അതിനുവേണ്ടി നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് വളരുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യും. മാത്രമല്ല മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തിലുള്ളതായ വളർച്ചയാണ്. അപ്പോൾ ഒന്നാമതായി നാം ചിന്തിച്ചത് നമുക്ക് ദൈവവുമായ ആ കൂട്ടായ്മയിൽ നാം എങ്ങനെ സ്വയമായി വളരുന്നു എന്ന് ചിന്തിക്കുക. രണ്ടാമത് നാം നമ്മിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവ ആത്മാവിൻ്റെ സഹായത്തോടു കൂടെ കണ്ടെത്തുക. മൂന്നാമതായി നാം മറ്റുള്ളവരുമായി പെരുമാറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അവരുമായിട്ടുള്ളതായ ആ കൂട്ടായ്മയിൽ വളരുവാനായിട്ടിടയാകുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധമെന്ന് പറയുന്നത് കേവലം വചനം വായിച്ചതുകൊണ്ട് മാത്രം സാധ്യമല്ല. അത് ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടെ വചനം വായിച്ചതുകൊണ്ട് മാത്രം ലഭിക്കുന്നൊരു കാര്യമല്ല. നമുക്കതിന് ഇനിഷ്യേറ്റീവ് ആവശ്യമാണ്. നാം മറ്റുള്ളവരുമായി, നമ്മുടെ സഹോദരങ്ങളുമായി നാം സംസർഗം പുലർത്തേണ്ടതായിട്ടുണ്ട്, അവരുമായി ഇടപഴകേണ്ടതായിട്ടുണ്ട്, അവരുമായിട്ട് സംഭാഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, അവരുമായി ഒരുമിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ കൂട്ടായ്മ ബന്ധത്തിലൂടെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ആ നിലപാടിൽ ആത്മീയമായ വളർച്ച നമുക്ക് സാധ്യമായി തീരുന്നത് എന്ന് നമുക്ക് ആരംഭത്തിൽ ഓർക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദിവസം തോറും നാം വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്രകാരമുള്ളതായിരിക്കുന്ന കാര്യക്ഷമമായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. നാം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമായതുകൊണ്ട് നാം എടുത്തു വായിക്കുന്നില്ല. അവിടെ നാം വായിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിനെന്നാണ്. അപ്പോൾ മായമില്ലാത്തതായ ദൈവവചനം നാം ദിനവും വായിക്കുകയും, ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, അത് ദിനംതോറും വായിക്കുകയും
ധ്യാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ഇടയാകുകയുള്ളൂ. നാം കേവലം അത് ഒരു ചടങ്ങിന് രാവിലെ എഴുന്നേൽക്കുന്നു, നാം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ നാം ദിവസം ആരംഭിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അത് ധ്യാനിക്കുവാൻ, അത് അയവിറക്കുവാൻ, അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാൻ, അത് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് നടപ്പിൽ വരുത്തുവാനായിട്ട് സാധ്യമായി തീരുന്നത്. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം ഇവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മീയമായ വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് ദൈവവചന വായന എന്ന് പറയുന്നത്. ഒരു ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു ചുവട് പോലും അവൻ്റെ ആത്മീയമായ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കുവാനായിട്ട് കഴിയില്ല. ഞാൻ പറയുന്നത് 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടയാളായാലും 50 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടയാളാണെങ്കിലും ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിലും ഏതൊരു വ്യക്തിക്കും അവൻ്റെ അനുദിന ജീവിതത്തിൽ അവൻ ആത്മീകമായ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ 30 വർഷം മുമ്പ് ദൈവവചനം വായിച്ചത് കൊണ്ട് അവൻ്റെ വളർച്ച ഇന്ന് സാധ്യമല്ല. ഇന്നും അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാം കർത്താവിൻ്റെ മക്കളായി ജനിച്ച നാൾ മുതൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ആ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുന്ന നാൾ വരെ, അഥവാ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ, ഇവിടെ ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് വരെ നമുക്ക് ദൈവം വെച്ചിട്ടുള്ളതായിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് നാം ഓരോ ദിവസവും ദൈവവചനം വായിക്കുക, അത് സാംശീകരിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കുക, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക. അതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ നിലയിലൊരു ഉത്സാഹം കാണിച്ചെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ആത്മീകമായി വളരാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തതായി നമ്മുടെ ആത്മീകമായ വളർച്ചയുടെ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ആത്മീകമായ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റെപ്പുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായ നിലയിൽ നമ്മുടെ സാധാരണ ഈ ഭൂമിയിലെ ജനനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും. ഞാൻ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ പറയുവാനായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ പറയും എന്താ, നവജാത ശിശുവിന് നമ്മളെന്താ പറയുന്നത്, അത് അതിൻ്റെ ശൈശവ പ്രായമാണല്ലേ. കയ്യിൽ കൊണ്ട് നടക്കുന്ന കാര്യം, ചുമന്നുകൊണ്ട് നടക്കുന്നത് ആ പ്രായമാണ് ഒരു ശൈശവ പ്രായം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം 2-3 വയസ്സ് വരെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത് കഴിയുമ്പോൾ നമ്മൾ പറയും പിന്നെ അടുത്തത് സ്കൂളിൽ പോകാനായിട്ട് ബാല്യകാലമാണെന്ന് പറയും. പിന്നെ അടുത്ത പ്രായം പറയുന്നത് യൗവനകാലത്തിലേക്ക് കയറി, ടീനേജ് ഉണ്ട് അതിനിടയ്ക്ക്, കൗമാരം. അത് നമുക്ക് ടീനേജ്, അത് കൗമാരവും യൗവനവും എല്ലാം ഒരുമിച്ച് നമുക്ക് കൂട്ടാം. പിന്നെ നമ്മൾ പറയുന്നത് വാർദ്ധക്യമാണ് അല്ലേ, വാർദ്ധക്യമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അഭികാമ്യമായത് ഒരു ശൈശവപ്രായം, ഒരു ബാല്യപ്രായം, ഒരു യൗവനപ്രായം, ഒരു പ്രായപൂർത്തി എത്തിയ അഡൽട്ട് സ്റ്റേജ്. അപ്പോൾ ഞാനങ്ങനെ പറയാം, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫൻസി അല്ലേ, അങ്ങനെയല്ലേ? ഇൻഫൻസി അല്ലെങ്കിൽ ബേബിഹുഡ്. ഓക്കെ, ബേബിഹുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഫൻസി എന്ന് പറയുന്നതാണ് ആരംഭത്തിലെ സമയം എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ ഉള്ളതായ കുറച്ച് വർഷങ്ങളിലെ കാര്യമാണ്. രണ്ടാമത്തത് ചൈൽഡ്ഹുഡ്, അത് ബാല്യകാലം. അത് സ്കൂളിലെ ആദ്യ കാലങ്ങൾ തുടങ്ങുന്നതായ സമയം മുതൽ ഹൈസ്കൂളിലൊക്കെ എത്തി യൗവന പ്രായത്തിലേക്ക് അല്ലെങ്കിൽ കൗമാരപ്രായത്തിലേക്ക് കിടക്കുന്നതായ ആ നാളുകളെ കുറിച്ച് ചിന്തിക്കാം. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് യൗവനപ്രായം. യൗവനപ്രായത്തിലേക്ക് എത്തുന്നു. യൗവനപ്രായം അത് ഒരു പ്രത്യേകമായ സമയമാണല്ലോ. അതിനുശേഷം നാം കാണുന്നത് നമ്മൾ പ്രായപൂർത്തിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ സാധാരണ ഗവൺമെൻറ് നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിയുമ്പോൾ പ്രായപൂർത്തി ആയി എന്നൊക്കെ കണക്കാക്കാം. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഒരു പക്വതയിലേക്ക് എത്തുക എന്ന് പറയും അല്ലേ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളൊക്കെ വളർന്നു വന്നതായ സാഹചര്യം നാം ചിന്തിക്കുമ്പോൾ നാം ഒക്കെ എപ്പോഴാണ് ഒരു പക്വതയിൽ എത്തിയതെന്ന് നമുക്കറിയാം. പലരും വിവാഹം കഴിച്ചാൽ പോലും പക്വതയിൽ എത്തത്തില്ല. ചിലരെ വിവാഹം കഴിപ്പിക്കുന്നത് എപ്പോഴാണ്,
വിവാഹം കഴിക്കാനുള്ള ഒരു പക്വതയാകുമ്പോൾ അവരെ കല്യാണം കഴിക്കുന്നത്. ചില വിവാഹം കഴിച്ചാലും എന്ത് ചെയ്യില്ല, പക്വതയിലേക്ക് എത്തത്തില്ല. അത് വേറൊരു കാര്യം. എന്നാൽ വാസ്തവത്തിൽ മാതാപിതാക്കന്മാർ സമൂഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടു നടക്കുവാനുള്ള ഒരു പക്വതയിലേക്ക് അവർ എത്തിച്ചേരുക, അപ്പോൾ അവരെ വിവാഹിതരാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ആത്മീയമായ വളർച്ചയോടുള്ള ബന്ധത്തിൽ ഈ ഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എന്തിനാ വളരുന്നത്? ഏറ്റവും ഒടുവിലത്തെ സ്റ്റേജ് വാർദ്ധക്യമല്ല, പ്രായപൂർത്തി, പക്വതയിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ജനിച്ചപ്പോൾ മുതൽ വളരുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാസ്തവത്തിൽ ഇൻഫൻസും അല്ല, അതുപോലെ ചൈൽഡും അല്ല, അല്ലെങ്കിൽ ബാലകരുമല്ല, പിന്നെ യൗവനക്കാരുമല്ല. പിന്നെ നമ്മൾ എവിടെ എത്തണം? നമ്മൾ ആ പ്രായപൂർത്തിയിലേക്ക് എത്തണം, അഡൽട്ട്ഹുഡിലേക്ക് എത്തണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ആ ശൈശവപ്രായത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും കയറി അതിനുശേഷം നാം പക്വത പ്രാപിക്കുന്ന അഡൽട്ട്ഹുഡ് ആ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ് ആത്മീയമായ ജീവിതത്തിലും ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റേജിലും എന്ത് ചെയ്യണം? ആനുപാതികമായ വളർച്ച നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാ സ്റ്റേജിലും. അത് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഭാഗങ്ങൾ വരുമ്പോൾ അത് ഞാൻ ഏതവസ്ഥയിലാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമുക്ക് വളർച്ച ആവശ്യമുണ്ടെങ്കിൽ നാം വളരാനായിട്ട് ആഗ്രഹിക്കും. അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളർച്ച പ്രാപിച്ച് നാം ആ പക്വതയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. അപ്പോൾ ശാരീരികമായ വളർച്ച കൊണ്ട് ഒരാൾ ആത്മീയമായി വളരണമെന്ന് നിർബന്ധമില്ല. വലിയ തടിമാടന്മാരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വലിയ ശക്തിയും കഴിവൊക്കെയുള്ള ആളുകളായിട്ട് വളർച്ച പ്രാപിച്ച ബലിഷ്ഠന്മാരായ ആ ആളുകൾ നമ്മുടെ സഭകളിൽ ഉണ്ടെങ്കിൽ അവർ ആത്മീയരായി ശക്തരാണ് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാനായിട്ട് കഴിയില്ല. മറ്റു പല കാര്യങ്ങൾക്കും അവരെ നമുക്ക് ഉപയോഗിക്കാനും കഴിയുമെങ്കിലും ആത്മീയമായ വിഷയങ്ങൾക്ക് അവർ പ്രാപ്തരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജുകൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ആത്മീയമായ ആ സ്റ്റേജ് നമ്മൾ ഏത് അവസ്ഥയിൽ എത്തിയിരിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നാം ഈ ഉപാധി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഞാനിപ്പോൾ ശൈശവപ്രായമാണോ അതോ ബാല്യപ്രായമാണോ, ഞാൻ യൗവനത്തിൻ്റെ സ്റ്റേജാണോ, ഞാൻ ആത്മീയമായ പക്വതയിൽ എത്തിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖാന്തരമായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തതുപോലെ ദൈവവചനമാകുന്ന ഭക്ഷണം നിരന്തരമായി നാം നമ്മുടെ ജീവിതത്തിൽ ആഹരിക്കുന്ന നിമിത്തം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കുന്ന നിമിത്തം ഓരോ ദിവസവും നാം കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നതിന് കാരണമാകുകയാണ്. അങ്ങനെ നാം ആത്മീയമായി വളരുകയാണ്. അങ്ങനെ നാം ഓരോരുത്തരും നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ നമ്മുടെ പക്വതയെത്തുന്നതായ ആ സമയം വരെ നാം വളർന്നു വരുമ്പോൾ ആ വളർന്നു വരുന്ന എല്ലാ സ്റ്റേജുകളിലും നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ സഭയിലും നമ്മുടെ ആത്മീയമായ വളർച്ച പ്രതിഫലിച്ച് കാണാനായിട്ട് ഇടയായിത്തീരും. അപ്പം ഞാനിപ്പോൾ ശൈശവപ്രായത്തിലായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ആത്മീയമായ വളർച്ച പുരോഗമിക്കുന്നില്ല എങ്കിൽ എന്നെക്കുറിച്ച് എന്ത് ചെയ്യണം? എൻ്റെ ആത്മീയമായ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആത്മീയമായി എന്നെ നയിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ കൺസേൺ ഉണ്ടാകും. നമ്മുടെ മക്കൾക്ക് വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആശങ്ക പോലെ തന്നെ ആത്മീയമായി അവരെ ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് ആ ചിന്തയും ആ വിചാരവും അവരെക്കുറിച്ചുള്ളതായിരിക്കുന്ന കൺസേണും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ സ്റ്റേജിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. അങ്ങനെ ഓരോ സ്റ്റേജുകളെക്കുറിച്ചും പെട്ടെന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു നവജാത ആത്മീയ ശിശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒന്നും അറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് യേശു ആരാണെന്ന് പോലും അന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നും അറിയത്തില്ല. ഒരു നവജാത ശിശു ആത്മീയമായി ജനിക്കുന്നതായ ഒരു കുഞ്ഞിനെ ഒന്നും അറിഞ്ഞുകൂടാ. കേവലം രക്ഷകനെ അറിയാം, അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം അറിയാം, അത് സ്വീകരിച്ചു. എന്നാൽ ബാക്കി ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ. നമ്മുടെ കുഞ്ഞുങ്ങൾ നാമൊക്കെ ജനിച്ചവരാണല്ലോ. അപ്പം നമുക്കറിയാം
ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. നമ്മുടെ ഓർമ്മശക്തി തന്നെ വന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പിഞ്ച് കുഞ്ഞ് അതിനൊന്നും അറിഞ്ഞുകൂടാ. ജീവനുണ്ട്, വളരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ശരിയാണ്, പക്ഷെ അതിന് ഒന്നും അറിഞ്ഞുകൂടാ. ഇതുപോലെയാണ് ആത്മീയമായി ജനിക്കുന്ന ഒരു പുതിയ വിശ്വാസിയെ സംബന്ധിച്ച്. അവന് ബൈബിളിലെ സത്യങ്ങൾ അറിഞ്ഞുകൂടാ, രക്ഷിക്കപ്പെട്ടു എന്നറിയാൻ പറ്റുന്നാൽ രക്ഷയുടെ ശരിയായ ഉപദേശം അറിഞ്ഞുകൂടാ, സ്നാനത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അങ്ങനെ ബൈബിളിലെ അടിസ്ഥാനപരമായ വിഷയങ്ങളോ സഭയോ സഭയുടെ പ്രവർത്തനങ്ങളോ എങ്ങനെയാണ് അച്ചടക്കം കാര്യങ്ങൾ ഇതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ആ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആത്മീയമായി പുതുതായി ജനിക്കുന്നതായ ഒരു ശിശുവിന് ഒരു കുറഞ്ഞ നാൾ കൊണ്ട് പെട്ടെന്ന് വളർച്ച ഉണ്ടാകണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും വേണ്ടത്? ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ശിശു എത്രത്തോളം ദൈവവചനമാകുന്ന പാൽ സ്വീകരിക്കുന്നു അത്രത്തോളം അതിന് വളർച്ച സ്പീഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ കാര്യങ്ങളും നാം ഈ നവജാത ശിശുവിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ചിലപ്പം ഈ ശിശുവിന് ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ശിശുവിൻ്റെ ആ ഇടപാടും പെരുമാറ്റങ്ങളും സ്വഭാവവും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയിൽ അത് കാണിക്കുന്നതായ ചില പ്രത്യേകതകളൊക്കെ നമുക്ക് ആശങ്ക ഉളവാക്കാനായിട്ട് ഇടയായിത്തീരും. ശിശുക്കൾക്ക് എന്തെങ്കിലും ഓർഡറുണ്ടോ അവരുടെ ജീവിതത്തിൽ? അവർക്ക് ഓർഡറൊന്നുമില്ല. അവരെ കൊണ്ട് അവിടെ കടത്തിയാൽ അവരെന്തെങ്കിലും കിടന്ന് കുഴച്ച് മറിച്ചിടും അല്ലേ. നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രായമാകുന്നവരെ അടിച്ചു പൊളിച്ചിടും. അങ്ങനെ ഒരു ക്രമമില്ല. അവരുടെ ജീവിതത്തിലെല്ലാം മെസ്സപ്പായി എന്ന് പറയും നമ്മൾ സാധാരണ പറയുന്ന പോലെ. അവർക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധമില്ല. ഇങ്ങനെയാണ് ആത്മീയമായി ജനിക്കുന്ന ആത്മീയമായി പുതുതായി ജനിക്കുന്ന വിശ്വാസിയുടെ നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവർക്ക് വളർന്നു വരുവാനുള്ളതായ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവരെ എങ്ങനെയാണ് വളർത്തുന്നത്? അവരെ ശരിയായ വിശ്വാസത്തിൽ മുതിർന്നവരായ ആളുകൾ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആത്മീയമായിട്ട് വളർന്നു വരുന്നത്. അവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ശരിയായി വളരാനായിട്ട് കഴിയില്ല. അവർ മറ്റു പലതും കണ്ടുപഠിക്കും, മറ്റു പലതും അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കും. അവരുടെ മുമ്പിൽ നമ്മൾ നല്ല മാതൃക വെച്ച് പുലർത്തിയില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? അത് കണ്ട് വളരാനായിട്ട് ഇടയാകും. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അപ്പനും അമ്മയും കാണിക്കുന്ന പോലെ ഓരോ കോഷ്ടികളൊക്കെ കാണിക്കും അല്ലേ. അവർ പറയുന്നതായ വാക്കുകൾ ചിലപ്പോൾ ആവർത്തിച്ച് പറയും. അത് ചിലപ്പം തെറ്റായ വാക്കുകളാകാം, നല്ല വാക്കുകളാകാം. അങ്ങനെ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ വളരെയധികം സ്വാധീനം വളർത്തുന്നവരായ ആളുകൾക്കുണ്ട്. അതുപോലെ നാമും ഈ ആത്മീയമായി ജനിക്കുന്ന ആളുകളുടെ മുമ്പാകെ മാതൃകയോടെ ജീവിക്കുകയും അവർക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരെക്കുറിച്ച് പറയുന്നത് ബേബി എന്നല്ലേ. അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവർക്ക് സംസാരിക്കാൻ അറിയില്ല. ചെറിയ ബേബിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പുതുതായി രക്ഷിക്കപ്പെട്ടു വരുന്ന ആൾക്കാർക്ക് അവർക്കൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? അവർക്ക് അറിഞ്ഞുകൂടാ. അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞായിരിക്കും ഒരു പുതിയതായി വിശ്വാസത്തിൽ വരുന്ന ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് ശരിക്കും പഠിക്കുന്നത്? ഞാനൊക്കെ ആദ്യം രക്ഷിക്കപ്പെട്ടു വന്നതായ സമയത്ത് വെള്ളിയാഴ്ചകളിൽ ഞാൻ സഭായോഗത്തിന് സ്ഥിരമായി പോകാൻ തുടങ്ങിയ ശേഷം വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയോഗമുണ്ട്. അപ്പോൾ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന സഹോദരൻ്റെ കൂടെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള മറ്റേ സഹോദരനും കൂടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ ഞങ്ങളുടെ ഹോളിൽ അങ്ങനെ കുറേ ആളുകൾ കൂടി പ്രാർത്ഥിക്കാനിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് മുട്ടുകുത്തി ഇങ്ങനെ വട്ടം ഇരുന്ന് പ്രാർത്ഥിക്കണം, ഓരോരുത്തർ പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ കാലങ്ങളൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഞാനിവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടു. പിന്നെ എൻ്റെ ആത്മീയ ഗുരു എന്താ പ്രാർത്ഥിക്കുന്നത് അത് ഞാൻ കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു വാക്ക് പറയും, ഉടനെ കർത്താവേ എന്ന് പറയും, പിന്നെ ഒരു വാക്ക് പറയും, പിന്നെ ഒരു കർത്താവേ ഇങ്ങനെ പറയും. അങ്ങനെയല്ലേ നമ്മുടെ പലരുടെയും പ്രാർത്ഥന അല്ലേ? ഒരു ആത്മീയമായൊരു വളർച്ചയുണ്ടോ ശരിക്കും? അപ്പം ഞാൻ അങ്ങനെ തെറ്റായി ഞങ്ങളുടെ കർത്താവേ, എൻ്റെ പ്രിയ സഹോദരി ഇന്ന് യാത്രയാകുകയാണ്, കർത്താവേ അവൾ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കർത്താവേ, ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ കർത്താവേ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ. ഒരു ക്രമവും ഇല്ല, ഒരു ഓർഡറും ഇല്ല. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മളിങ്ങനെ സ്വാഭാവികമായി കോപ്പി ചെയ്ത് നമുക്കായിട്ട് സ്വതമായിട്ടൊരു വളർച്ചയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പല പരിചയങ്ങളും നമ്മളിങ്ങനെ കോപ്പി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആത്മീയമായി പുതുതായി ജനിക്കുന്ന ഒരാൾ ഇതൊക്കെ കാണുമ്പോൾ അവരും എന്ത് ചെയ്യും?
അതുപോലെ തന്നെ കോപ്പി ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പല ആത്മീയ ഗുരുക്കന്മാർ, സുശേഷന്മാരുടെ ശിഷ്യന്മാരായിട്ട് വളർന്ന ആളുകളൊക്കെ വചനം സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുകയോ സുശേഷം വ്യക്തിപരമായി പറയാനൊക്കെ പോകുമ്പോൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഗുരു എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ അവർ കോപ്പി ചെയ്തേക്കുക. അവർക്ക് സ്വതസിദ്ധമായിട്ട് അവരുടേതായ ഒരു കാര്യങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ കോപ്പി ചെയ്യുന്നത് ഒരളവിൽ നല്ലതാണ്. ഗുരുവിനെ പോലെ പഠിക്കുന്നതും അങ്ങനെ ആയിരിക്കുന്നതും ഒരു നല്ലതാണെങ്കിലും അത് അത്രത്തോളം ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അതിനെ വിമർശിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ പ്രാർത്ഥനയിൽ പോലും വരുന്നതായ അപാകതകൾ ഈ ആത്മീയമായി നമ്മളെ നടത്തുന്നവർ പറഞ്ഞു തന്ന് നമ്മളെ തിരുത്തുമ്പോഴാണ് നമുക്ക് ശരിയായ പാതയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുക, സാക്ഷ്യം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയമായ കാര്യങ്ങൾ നാം ഇടപെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ശരിയായിട്ടല്ല ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കണ്ടാൽ അതിനെ തിരുത്തി കൊണ്ടുവരുവാനായിട്ട് ആത്മീയമായി മുതിർന്നിട്ടുള്ള ആളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് തിരുത്തി വളരാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു പ്രായമാണ് ഞാൻ പറഞ്ഞത്, ഇൻഫൻസി സ്റ്റേജ് അഥവാ നമ്മുടെ ചൈൽഡ് ശൈശവ പ്രായം എന്ന് നാം ഓർക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അവർക്കൊക്കെ മുമ്പോട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്, സപ്പോർട്ട് ആവശ്യമാണ്. അവരെപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു നിലപാട്. അപ്പോൾ ഒരു ശിശു എന്ന നിലയിൽ അവർക്ക് അറിവിലും വിശ്വാസത്തിലൊക്കെ വളരെ കുറവുകളുണ്ടാവും. പുതുതായി കാണുന്ന പലതും പെട്ടെന്ന് എടുത്ത് സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അവരെ എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അവരെന്ത് ചെയ്യും? നല്ലതാണോ തീയതാണോ എന്ന് അവർ നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ? വായിലോട്ട് കൊണ്ടുപോകും. അതൊക്കെ അറിഞ്ഞുകൂടാ. കയ്പാണോ മധുരമാണോ പൊള്ളുന്നതാണോ ഒന്നും അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞതുപോലെയാണ് പുതുതായി രക്ഷിക്കപ്പെട്ട് മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നതായ ആളുകളൊക്കെ, അവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആദ്യമായി കേൾക്കുന്നത് എന്തോ അതൊക്കെ ഒരു പുതുമയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അതങ്ങ് സ്വീകരിക്കും. അത് ചിലപ്പോൾ ശൈലിയാകാം, ദുരുപദേശമാകാം, പാട്ടാകാം, എന്തോ ആകാം. ചിലപ്പം പാട്ട് നല്ല പാട്ടാണ്, നല്ല ട്യൂണുള്ളതായിരിക്കും, പക്ഷെ ദുരുപദേശമായിരിക്കും ആ പാട്ടിനകത്ത്. ഇല്ലേ? അപ്പം അതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ ആ വളർച്ച പ്രാപിക്കുന്നവർക്ക് സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് മുതിർന്നവരായ ആളുകൾക്ക് ഇടയായി തീരണം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞതായ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് ശരിയായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും വളർത്തുവാനും ഇടയായി തീരണം. നാം ഇന്നും അങ്ങനെ ഒരു അവസ്ഥയിലാണോ തുടരുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ നാം അതിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മധ്യത്തിൽ അങ്ങനെ പുതുതായിട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു വരികയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ കുഞ്ഞുങ്ങളോ ഇളയവരോ ഒക്കെ ആ നിലയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് അവർ ആത്മീയമായി വളരുമ്പോൾ അവർക്ക് ശരിയായ പാതകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ആത്മീയമായി മുതിർന്നവരായ നാം ഓരോരുത്തരും തയ്യാറായി തീരണം. എങ്കിൽ മാത്രമേ അവരെ ശരിയായ പാതയിൽ നടത്തുവാനായിട്ട് കഴിയൂ എന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബാല്യകാലമാണ്. ആ ബാല്യകാലം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഗൗരവമായ കാര്യമാണ്. അത് ആ സമയത്താണ് പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനായിട്ട് തുടങ്ങും, അല്ലേ? സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ മുതിർന്ന ആളോട് ഒക്കെ കുറേ ബഹുമാനം ആരംഭിക്കാനായിട്ട് തുടങ്ങും, അല്ലേ? ആളുകളെ തിരിച്ചറിയും. ഓരോരുത്തരെ അനുകരിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ളതായ ആ സ്റ്റേജ് എന്ന് പറയുന്നത് ആത്മീയമായ ജീവിതത്തിലും വളരെ കരുതിക്കൊള്ളുവാനായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പം ആ സമയത്ത് അവർക്ക് പല കംപ്ലയിൻസ് ഉണ്ടാകും, അല്ലേ? ആ പ്രായത്തിലല്ലേ കംപ്ലയിൻസ്, കരച്ചിൽ കൂടുന്നത്, അല്ലേ? എല്ലാത്തിനും നിർബന്ധം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ആത്മീയമായ ശിശുക്കളെ അവരും ആ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കരുതൽ കൊടുക്കുവാൻ, അവരെ കെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരുപക്ഷെ അവർ തെറ്റിലേക്ക് പോയെന്ന് വരാം. പക്ഷേ അവർ തെറ്റുകൾ പറഞ്ഞ് തിരുത്തുവാനും അവർക്ക് ശിക്ഷണം വേണമെങ്കിൽ ശിക്ഷ നൽകി അവരെ ശിക്ഷണ നടപടികളിലൂടെ അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനൊക്കെയും മുതിർന്നവരായവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ അവർ പതുക്കെ ഓരോരോ ആത്മീയമായ കാര്യങ്ങളിൽ അവർ ഇടപെടാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ അവർ ഇടപെടാനായിട്ട് തുടങ്ങും. അവർ ചിലപ്പം സഭയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും, സ്തോത്രം ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ അവർ ആരാധനയ്ക്ക് ചിന്ത പറയാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അവർ സങ്കീർത്തനം വായിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അവർ പാട്ട് ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങും.
അപ്പം അവർ ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ളത് അത് മുതിർന്നവരായ ആളുകൾ മനസ്സിലാക്കുകയും അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ആരാധനയോഗത്തിന് ഇരിക്കുമ്പോൾ ആരാധനയ്ക്ക് ഉതകാത്തതായ വാക്കുകൾ വരുന്ന അല്ലെങ്കിൽ ലൈൻസ് വരുന്ന പാട്ടാണ് അങ്ങനൊരു പുതിയതായിട്ടുള്ള വിശ്വാസി എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആരാധനയിൽ നാം കർത്താവിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ വാചകങ്ങളുള്ള പാട്ടുകൾ പാടാൻ മുതിരരുത്. അല്ലെ അതിന് ഇന്ന പാട്ടുകളാണ് അതിനു വേണ്ടി നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ സ്തോത്രഗീതങ്ങൾ ഉള്ളിടത്ത് പോലും തന്നെ വളരെ കുഴപ്പമാണ്. നമുക്ക് ചിലപ്പം പാടാനായിട്ട് നമ്മൾ ചിലരൊക്കെ ആരാധനയ്ക്ക് കർത്തൃമേശയുടെ ഉള്ള ആരാധനയ്ക്കൊക്കെ സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന അതിൻ്റെ അകത്ത് 4 ലൈനുണ്ട് പാടാൻ. ഓക്കെ, യേശു മാറാത്തവൻ അപ്പോഴാണോ പാടുന്നത്? സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിച്ചിടും ഞാൻ എന്നുള്ള ആ ലൈൻ അതിനകത്തുണ്ട്. പക്ഷെ മറ്റു വരികൾ അതിനോട് ബന്ധപ്പെട്ടതല്ല. അപ്പം നമ്മൾ ആത്മീയമായ കുഞ്ഞുങ്ങൾ, ആത്മീയ ശിശുക്കൾ അവർ വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സൂക്ഷ്മത ഉണ്ടായെങ്കിൽ മാത്രമേ ശരിയായ നിലയിലുള്ളതായിരിക്കുന്ന വളർച്ച ലഭിക്കാനായിട്ട് ഇടയായി തീരുകയൂ എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ സഭാ വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ അവർ ശ്രദ്ധിക്കും. ഈ ശിശുക്കൾക്ക് ഭയങ്കര ഒബ്സർവേഷനാണ് അല്ലേ. ആത്മീയമായി പുതുതായി രക്ഷിക്കപ്പെട്ടു ഇവരെ വിശ്വാസികൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവർ തമ്മിൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവരുടെ സത്യസന്ധത എന്താണ്, അവരുടെ മോറൽ ലൈഫ് എന്താണ്, ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. അപ്പോൾ അതിനു മുമ്പാകെ മാതൃകയായി കാണിക്കേണ്ടത് ആത്മീയമായി മുതിർന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയമായ വളർച്ചയുടെ ഈ ഘട്ടം എന്ന് പറയുന്നത് വളരെ കൺസേൺ ഉള്ളതായിരിക്കുന്ന ഒരു ടൈമാണ്. ഈ ബാല്യ ചാബല്യങ്ങൾ വിട്ട് അവർ ആ ആത്മീയമായി യൗവനത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറാനുള്ളതായ കുതിപ്പിലായതുകൊണ്ട് വളരെ കരുതലോടുകൂടി അവരെ കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 13:11. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. നോക്കുക, ഈ ശൈശവ പ്രായത്തിലുള്ളതായ ചാബല്യങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ പോരായ്മകൾ അല്ലെങ്കിൽ അന്നത്തെ അപക്വതകളൊക്കെ പരിത്യജിച്ചുകൊണ്ട് ഒരു പുരുഷത്വത്തിലേക്ക് പോകുന്നു എന്നുള്ളതായ ഒരു നിലപാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്യം വായിക്കാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു ആത്മീയ ശിശുവിന് എപ്പോഴും സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു സ്റ്റേജിൽ ആ ശൈശവ പ്രായത്തിൽ സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രായത്തിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞ് തന്നെത്താൻ കഴിക്കാനായിട്ട് തുടങ്ങി. എന്ന് പറയുന്നത് പോലെ ആത്മീയമായി വളരും തോറും ആത്മീയമായി തന്നെത്താൻ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി, തന്നെത്താൻ വചനം വായിക്കാനായിട്ട് തുടങ്ങി, തന്നെത്താൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, തന്നെത്താൻ ആരാധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഡെവലപ്മെൻറ്റ് ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവരെ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യം വരാതെ ഒരു ശരിയായ വളർച്ചയുടെ പുരോഗതിയാണ് തന്നിൽ കാണാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നാം അനുസരണമുള്ള മക്കളായി നമ്മുടെ പഴയ നടപ്പ് നാം ഉപേക്ഷിച്ച് ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോകണം എന്ന് അവിടെ പത്രോസ് പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ആത്മീയമായി മുതിർന്നതായ ആളുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർക്ക് ഈ ആത്മീയമായി വളരുന്നതായ ശിശുക്കൾക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ശാസിക്കുക, ഉപദേശിക്കുക ആവശ്യമാണ്. അപ്പോൾ തന്നെ അവരെ ശരിയായ പാതയിലേക്ക് ഇൻസ്ട്രക്റ്റ് ചെയ്ത് നടത്താൻ അവരുടെ മുമ്പാകെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ അത് ഫലവത്തായി തീരൂ എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. മാത്രമല്ല ഈ ശൈശവപ്രായം കഴിഞ്ഞ് ആത്മീയമായ ബാല്യത്തിലെത്തുമ്പോഴാണ് അവരൊരു വാസ്തവത്തിൽ ഒരു ശിഷ്യത്വത്തിൻ്റെ പടിയിലേക്ക് കടക്കാനായിട്ട് ഇടയാകുന്നത്. ആ ശൈശവപ്രായത്തിൽ അവർക്ക് ദൈവവചനം എത്രത്തോളം ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും കഴിഞ്ഞു, അതിനനുസരിതമായ ഒരു വളർച്ച പ്രാപിച്ചവർ ബാല്യപ്രായത്തിലേക്ക് കടന്ന് പിന്നെയും ചില നാളുകൾ കൂടെ ബാല്യപ്രായത്തിൽ അവർ മറ്റുള്ളവരുടെ ഗൈഡൻസും
ദൈവവചനത്തിലെ സത്യങ്ങൾ അവർ തന്നെത്താൻ ഗ്രഹിച്ചും അവർക്കുള്ളതായ ദൈവകൃപയിലുള്ളതായ അവരുടെ താലന്തുകൾ അവർ പ്രകടമാക്കിയും വെളിപ്പെടുത്തിയും അങ്ങനെ അവർ ഓരോ സ്റ്റേജുകൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ശിഷ്യത്വത്തിൻ്റെ പടിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകുകയാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ അവർ ഒരു ശിഷ്യത്വം സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ശിഷ്യത്വം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്. എങ്കിലും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ശിഷ്യത്വത്തിൻ്റെ പടിയിലേക്ക് അവരെ നയിക്കാനായിട്ട് ഉപോത്ബലകമായി തീരുന്നത് അവരുടെ ബാല്യകാല ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന പരിശീലനമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായി പേരൻസായിട്ട്, അതായത് ഞാൻ നമ്മുടെ ശാരീരികമായ പേരൻസിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ആത്മീയമായി നാം മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഈ മേഖലയിലുള്ള ഇൻഫൻസ് ആയിട്ടുള്ളതായ വിശ്വാസികളെയും ബാല്യപ്രായത്തിലുള്ളതായ വിശ്വാസികളെയും തിരിച്ചറിയുവാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോട് ഇടപെട്ട് അവരെ ആത്മീയമായി പുരോഗമനത്തിൽ നയിക്കുവാനായിട്ട് ഇടയായിത്തീരണം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആത്മീയമായ വളർച്ചയിൽ അവൻ യൗവനത്തിൻ്റെ നിലപാടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യൗവനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വനമാണെന്ന് അപ്പച്ചന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അത് ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലിയ പോരാട്ടങ്ങളുള്ളതായൊരു സമയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കേണ്ടതിനും അനേക കാര്യങ്ങളെ നാം ഫേസ് ചെയ്യേണ്ടതിനും ഒക്കെ ഉള്ളതായ ഒരു ചേഞ്ചസ് വരുന്നതായ ഘട്ടമായതുകൊണ്ട് അതൊരു വലിയ വനം തന്നെയാണ്. അതിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവകൃപ ആവശ്യമാണ്. എന്നാൽ ആത്മീയമായ ജീവിതത്തിൽ യൗവനം എന്ന് പറയുമ്പോൾ ഒരു സ്വയം പര്യാപ്തത വന്നു എന്ന് സ്വയമായി ഒരു വ്യക്തി ചിന്തിക്കുന്നതായ അവസ്ഥയാണ്. ആൾ എത്തിയിട്ടില്ല, പക്ഷേ ഒരാളൊരു ആത്മീയമായി യൗവന സ്റ്റേജിൽ എത്തുമ്പോൾ അയാൾ വിചാരിക്കും, എന്താ ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കുറേയൊക്കെ അറിയാം, എനിക്ക് ആരാധന എന്താണെന്നറിയാം, എനിക്ക് പ്രാർത്ഥന എന്താണെന്നറിയാം, ബൈബിൾ ക്ലാസ് എന്താണെന്നറിയാം, എനിക്ക് സഭ എന്താണെന്നറിയാം, വിവാഹം എന്താണെന്നറിയാം, എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു സാമാന്യ ജ്ഞാനമുണ്ട്, ഞാൻ അല്പം കൊള്ളാവുന്നവനാണ് എന്നുള്ളതായ ഒരു ലെവലിലേക്ക് എത്തുകയാണ്. അത് ആ സ്വയം പര്യാപ്തതയുടെ ഒരു ചിന്തയിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ അവൻ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ ഇന്നും ഇത്രയും ആത്മീയമായ പക്വതയിൽ എത്തിയാലും നാം സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കർത്താവ് നമ്മളെക്കുറിച്ച് പറയുന്നത് നാം ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളർച്ചയ്ക്ക് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വയമായി കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ആത്മീയമായ ആ ഒരു യൗവനത്തിലേക്ക് വരുന്ന ആളുകൾക്കുള്ളതായ ചിന്താഗതികൾ അത് പല സഭകളിലും അങ്ങനെ കാണാറുണ്ടല്ലോ. അത് അല്പം എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാൻ അറിയാമെങ്കിൽ പിന്നെ അവൻ അവിടുത്തെ ഉപദേശിയായി, അല്ലെങ്കിൽ അവിടുത്തെ ഉപദേഷ്ടാവായി. പിന്നെ പുള്ളിയോട് നമ്മളൊന്ന് കറക്ഷൻ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അംഗീകരിക്കത്തില്ല. കാരണം അവർ ശരിയായ ഗൈഡൻസിലല്ല വളർന്നത്. ഞാൻ എന്തോ ഒരു ഭാവന ഞാൻ ആയിത്തീർന്നു എന്നുള്ളതായ ഒരു മനോഭാവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് വീഴ്ചയ്ക്ക് ഏറെ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളോട് ഇടപെടാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ ഒന്ന് ഉപദേശിക്കാൻ, അവരെ കറക്റ്റ് ചെയ്യാനായിട്ട്, അവരെ ശരിയായ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ, അവർക്ക് പെട്ടെന്ന് അവർ ചൂടാകും. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഉപദേശമൊന്നും കേൾക്കാൻ പറ്റില്ല, അവരുടനെ അവരുടെ അഭിപ്രായത്തിന് മുതിർന്ന ആളുകൾ പറയുന്നത് സ്വീകരിക്കാൻ പറ്റാതെ അവരെന്ത് ചെയ്യും, എല്ലാം ആത്മീയമൊക്കെ ഇട്ടിട്ട് അവരവരുടെ വഴിക്ക് പോകും. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഒരു സ്റ്റേജാണ്. അപ്പം ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ പക്വതയിൽ എത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് പോരാട്ടം വന്നാലും നമുക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയാനായിട്ടാണ് ഞാൻ അങ്ങനെ ആ വാചകം അവിടെ ഉപയോഗിക്കാൻ ഇടയായത്. അപ്പം ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ആത്മീയ നേതൃത്വം ചോദ്യം ചെയ്യാനായിട്ട് ഇടയായിത്തീരും. അതുമാത്രമല്ല എനിക്കെല്ലാം ചെയ്യാനായിട്ട് അറിയാം എന്നുള്ളതായ ചിന്ത ഉണ്ടാകുന്നു. അതുപോലെ അവർ അന്ന് ഈ ബാല്യപ്രായത്തിൽ ബൈബിളൊക്കെ പഠിക്കാനായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. വാക്യമൊക്കെ പറഞ്ഞാൽ 500 വാക്യം പഠിക്കാനൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കത്തില്ലേ. എന്നാൽ ആ സ്റ്റേജ് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ മെച്യൂരിറ്റിയിലേക്ക്, കുറച്ചുകൂടെ പ്രായപൂർത്തിയിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുക, അവർക്കതിനോട് വെറുപ്പ് തോന്നുകയാണ്. ഞാൻ എന്തൊക്കെ പഠിച്ചു, ഇനി മതി, ഇനിയൊന്നും പഠിക്കാനില്ല എന്നുള്ളതായ ഒരു നിലപാട് ആത്മീയമായ ആ യുവത്വത്തിൻ്റെ സമയത്ത് നമുക്ക് തോന്നാനായിട്ടിടയുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം മാത്രമല്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിസ്സാര കാര്യങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇടറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയുള്ളതായ
ആത്മീക യൗവനക്കാരായ ആളുകൾ. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതി, ഭക്തി, ഇന്ദ്രിയജയം ഇങ്ങനെയുള്ളതിനെ പിന്തുടരണമെന്ന് പറഞ്ഞ് ആത്മീയമായ വിഷയങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നാം ആ യൗവനവും കടന്ന് ആത്മീകമായ ആ പക്വതയിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, ആത്മീയ ജീവിതത്തിൽ, എന്നാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചതായ ആ 3 സ്റ്റേജുകൾ കഴിഞ്ഞ് ഇനി നമ്മൾ പ്രായപൂർത്തിയുടെ ആ പക്വതയുടെ അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒടുവിലത്തെ ഘട്ടമായി ഒടുവിലത്തെ സ്റ്റേജ് എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുന്ന ആ സ്റ്റേജാണ് നമ്മുടെ പ്രായപൂർത്തിയിലെത്തിയ സ്റ്റേജ്, അഥവാ അഡൽട്ട്ഹുഡ് എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തുമ്പം ഒരു വിശ്വാസിക്ക് മനസ്സിലാകും, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു. അന്നേരമാണ് അവർക്ക് എന്തുണ്ടാകുന്നത്? ആ ഉത്തരവാദിത്വ ബോധമുണ്ടാകുന്നത്. ഞാൻ എൻ്റെ ആത്മീയമായ സ്ഥാനം എന്താണ്? ദൈവം എന്നെ കുടുംബത്തിൽ ഏത് സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നു, എന്നെ സഭയിൽ ഏത് സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നു, എന്നെ സമൂഹത്തിൽ ഏത് സ്ഥാനത്തായി ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതായ ശരിയായ തിരിച്ചറിവും ഉണ്ടാകുന്നത് ആ പക്വതയിലെത്തുമ്പോഴാണ്. അത് എത്തണമെങ്കിൽ എത്ര നാൾ കഴിയണം, അല്ലേ? വളരെ പരിശ്രമം ആവശ്യമാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നതാണ് നമുക്ക് എങ്ങനെ അത് സാധ്യമായി തീരും. അപ്പോൾ അങ്ങനെ ഒരാളൊരു ആത്മീയമായ പക്വതയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് എപ്പോഴും പുറമേ ഉള്ള മനുഷ്യനെക്കുറിച്ചായിരിക്കുകയില്ല, അകമേയുള്ള മനുഷ്യനെക്കുറിച്ചായിരിക്കും. നാം നേരത്തെ പറഞ്ഞല്ലോ, ജഡവും ആത്മാവും. ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചല്ല, ആത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തയാണ് ഭരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു വ്യക്തി ഒരു ആത്മീയമായ പക്വതയിലേക്ക് എത്തുമ്പോൾ അവന് അകമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആണ് കൂടുതൽ ശ്രദ്ധ, കൂടുതൽ ചിന്ത. പുറമേ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അവന് വളരെ ലീസ്റ്റ് ബോധേഡാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മീകമായിരിക്കുന്ന വളർച്ചയെക്കുറിച്ചുള്ളതായ ബോധം അവനെ അധികമായി ഭരിക്കുകയും അകത്തെ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ ബോധവാനായി അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. അങ്ങനെ ഒരു പക്വതയിലേക്ക് വരുമ്പോഴാണ് അവൻ്റെ നാവിന് കടിഞ്ഞാണിടാനായിട്ട് ഇടയായിത്തീരുന്നത്. ആത്മീയമായ പക്വതയുള്ള ഒരു വ്യക്തി എപ്പോഴും വളരെ സൂക്ഷിച്ച് സംസാരിക്കുകയുള്ളൂ. അവർക്ക് ചളപളാന്നുള്ള വർത്തമാനം പറയാനായിട്ട് കഴിയില്ല. നാം ഇന്നും അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നാം നമ്മെ തന്നെ പരിശോധിക്കണം. നാം ഏതവസ്ഥയിലുള്ള ആളാണ്? നമുക്കൊരു പക്വതയിലേക്ക് എത്തിയിട്ടുണ്ടോ? അതുമാത്രമല്ല, അവന് നേരെ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിനെ വിട്ട് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുകയില്ല. ഏത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെ ഏറ്റെടുക്കാനുള്ളതായ തൻ്റെ ഇടത്തോടുകൂടെ ആ വിൽ പവറോടുകൂടെ കർത്താവിലുള്ള ആശ്രയത്തിൽ നിൽക്കുകയാണ്. അതാണ് ഒരു ആത്മീയമായ ആ നിലപാട് എന്ന് പറയുന്നത്. എനിക്ക് കർത്താവ് ഒരു ആത്മീയമായ ഒരു നിലപാട്, ഒരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർത്താവ് തന്നതായ ആ സ്ഥാനമാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് തന്നതായ ആ പദവിയാണെങ്കിൽ, അതിനെതിരെ എന്തെല്ലാം തീയമ്പുകൾ വന്നാലും എൻ്റെ ജഡീകമായ ആയുധങ്ങൾ ഞാൻ പ്രയോഗിക്കാതെ കർത്താവിലുള്ള ആശ്രയത്തിൽ ആത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ അതിനെ നേരിടുവാനായിട്ട് ഇടയാകും. അല്ലാതെ ഞാൻ അത് ഒഴിഞ്ഞു മാറുവാനായിട്ട് ഒരിക്കലും ഇടയാകുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പിന്നെ അവൻ്റെ ആത്മീയമായ ഓട്ടം, ആ ഓട്ടം അവന് സ്ഥിരതയുള്ളവനായിരിക്കും. ആ ലക്ഷ്യബോധമുള്ളവനായി ലക്ഷ്യത്തിലേക്ക് തന്നെ ആത്മീയ ഓട്ടം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ആ നിലയിൽ ആ പ്രായ പൂർത്തിയിലെത്തിയതായിരിക്കുന്ന ഒരു വിശ്വാസം. മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് പാപത്തിലേക്ക് പോകുന്ന മറ്റ് ഇളയ വിശ്വാസികളായ ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ സഭകളിലും സമൂഹത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികളെ അവർ പാപത്തിലേക്ക് പോകുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിക്കുവാൻ, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ, അവരെ ഉപദേശിക്കുവാൻ, അവരെ വഴിതിരിച്ചു വിടുവാനായിട്ടുള്ളതായ ശേഷി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ പക്വത എത്തിയവർക്ക് മാത്രമേ പറയാനായിട്ട് കഴിയൂ. അപ്പോഴാണ് അവരുടെ തങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയാകുന്നത്. നോക്കൂ, ഞാൻ എൻ്റെ ആത്മീയമായി യൗവനപ്രായത്തിൽ ഇന്ന കാര്യങ്ങളെ ഞാൻ അഭിമുഖീകരിച്ച ആളാണ്. എൻ്റെ സഭയിൽ ഇന്ന പോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ നേരിട്ട ആളാണ്. അങ്ങനെ അവർക്ക് നല്ല മാതൃക പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ പക്വത എത്തിയ ആളുകൾക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തൻ്റെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആത്മീകമായ പക്വതയിലെത്തിയൊരു വ്യക്തി. അവനവൻ്റെ കാര്യം നോക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയല്ല,
ആ ഒരു സഹോദരൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ആവശ്യമാണ്, അത് എൻ്റെയും കൂടെ ആവശ്യമാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതായ ആ ബോധം തന്നെ ഭരിക്കുന്നത് അവനൊരു ആത്മീയമായ പക്വതയുള്ള വ്യക്തിയായി തീരുമ്പോഴാണ്. മാത്രമല്ല ജീവിതത്തിൽ പരിശോധനകൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, വളരെയധികം പ്രതികൂലങ്ങൾ ഒക്കെ എല്ലാ മേഖലകളിലും അനുഭവിക്കുന്നതായ സന്ദർഭങ്ങളിൽ അതിനെ ഓർത്ത് ആകുലപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ വിശ്വാസം വിട്ടുപോകുകയല്ല. അവൻ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. ഏതൊരുവിനാണോ അവൻ ശരണപ്പെട്ടത്, ആ വീണ്ടും ജനന അനുഭവത്തിൻ്റെ സമയത്ത് ഏതൊരുവിനാണോ വിശ്വാസം അർപ്പിച്ചത്, ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ, ഒരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്നതായ മേഖലകളാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിശോധനാ വേളകൾ, പരീക്ഷാ ഘട്ടങ്ങൾ, പരീക്ഷണ വേളകളൊക്കെ അവൻ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആത്മീയമായ പക്വത ലഭിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് അനുവദിക്കുന്നതായ അനുഭവങ്ങളിൽ നമുക്ക് ഈ നിലയിൽ പ്രതികരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം ആത്മീയമായ പക്വതയിൽ എത്തി എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാലും നമ്മൾ വളർച്ച നിർത്തിയിട്ടില്ല, നാം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം യഥാർത്ഥമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നാം ചിന്തിച്ചത്, ഒരു പക്വത വന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആത്മീയമായി വളർച്ചയുടെ പക്വതയിലെത്തിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആ സ്ഥാനവും അവൻ്റെ ഉത്തരവാദിത്വവും തിരിച്ചറിയുന്നവനാണ്. രണ്ടാമത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പുറമേയുള്ള മനുഷ്യനേക്കാൾ അകമേയുള്ള മനുഷ്യനെക്കുറിച്ച് കൂടുതൽ ചിന്തയുള്ളവനായിരിക്കും. അവൻ്റെ നാക്കിനെ അവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവനായിരിക്കും. പിന്നീട് നാം ഓർത്തത്, അവൻ്റെ ജീവിതത്തിലേക്ക് അവനെ ദൈവം നിർത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, സ്ഥാനത്ത് നിന്ന് അവനെ തള്ളിയിടുവാൻ, അല്ലെങ്കിൽ അവനെ അവിടെ നിന്ന് വ്യതിചലിപ്പിക്കുവാനായിട്ട് തീയമ്പുകൾ വരുമ്പോൾ അതിനെ ഒഴിഞ്ഞു മാറുന്നവനല്ല, നേരിട്ട് അത് വഹിക്കുവാനായിട്ട് ശക്തിയുള്ളവനാണ് അങ്ങനെ ഒരു വ്യക്തി എന്ന് നാം ഓർക്കുകയായിരുന്നു. മാത്രമല്ല അവൻ്റെ ക്രിസ്തീയ ജീവിത ഓട്ടത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നാം ഓർത്തത്, അവൻ്റെ ആ ആത്മികമായ ആ അധികാരം, അല്ലെങ്കിൽ അവനുള്ളതായ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തെറ്റിലേക്ക് പോകുന്ന ആളുകളെയും അവൻ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് താൻ മാക്സിമം ശ്രമിക്കും എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. അതുമാത്രമല്ല പിന്നീട് നാം ഓർത്തത്, ആ വ്യക്തി മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ടിടയും, സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും എന്നുള്ളതും അവൻ്റെ ജീവിതത്തിലെ ഒരു ഗുണവിശേഷമായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഈ കർത്താവിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കർത്താവുമായിട്ടുള്ളതായ ഹൃദ്യമായ ഇടപഴകലും കൂട്ടായ്മയുമാണ് നമ്മളെ ആത്മീയമായി വളർത്തുവാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളത് നമുക്കെപ്പോഴും ഓർക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നാം ആത്മീയമായി കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നിടത്തോളം നമ്മുടെ ആത്മീയമായ വളർച്ച പുരോഗമിക്കുകയും നാം ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉള്ളവരായി, ഒരു അച്ചടക്കമുള്ളവരായി, ആത്മീയമായ ഒരു അച്ചടക്ക നിലപാടിൽ മുന്നോട്ട് പോകുന്നവരായി ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ വളർച്ചയായിരിക്കട്ടെ. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ളതായിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും അതിനോടുള്ളതായിരിക്കുന്ന ഒരു മുൻഗണനയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വി വിൽ ഹാവ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പ്രയോറിറ്റി ടു ഗ്രോ സ്പിരിച്വലി. ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആത്മീയമായ ജീവിതത്തിൽ വളരാനുള്ളതായ എല്ലാ സംവിധാനങ്ങളും തന്നിട്ടുണ്ട്. എന്നാൽ നാം അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ എഫർട്ട് അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. അതിനുവേണ്ടി നാം പ്രധാനമായി ചെയ്യേണ്ടത് ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. ദിവസവും നാം ദൈവവുമായി ആ കൂട്ടായ്മയിൽ, സംസർഗത്തിൽ, നമ്മുടെ ഭവനത്തിലായിരുന്നാലും ജോലിയിലായിരുന്നാലും യാത്രയിലായിരുന്നാലും ഏത് മേഖലകളിലായിരുന്നാലും ദൈവവുമായിട്ടുള്ളതായ ആ കൂട്ടായ്മ ബന്ധം നാം നിലനിർത്തുവാനായിട്ടിടയായിത്തീരണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും ധ്യാനിക്കുവാൻ, ഉരുവിടുവാനായിട്ടിടയായിത്തീരണം. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ആ കർത്താവിനെ കുറിച്ചുള്ളതായ ഗാനങ്ങൾ ഹൃദയംഗമായി പാടുവാനായിട്ടിടയായിത്തീരണം.
പ്രത്യേകിച്ച് നാം തനിയൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ആത്മീയമായ ഗീതങ്ങൾ നാം ഒരു രസത്തിനു വേണ്ടി നമ്മുടെ വായിൽ പാടുകയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നാം പാടി കർത്താവുമായിട്ട് ആ കൂട്ടായ്മ പുലർത്തുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ വരുന്ന നാളുകളിൽ നമുക്ക് ജീവിക്കുവാൻ ഇടയായിത്തീർന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വളർച്ചയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ആത്മീയമായ വളർച്ചയോടുള്ള ബന്ധത്തിൽ നാം ദൈവ വചനത്തിൽ വളരുക, നാം വിശ്വാസത്തിൽ വളരുക, അതുപോലെ നാം കൂട്ടായ്മയിൽ വളരുക, അതുപോലെ നാം മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ട് വളരുക, നാം സേവനങ്ങൾ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് വളരുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില ഘടകങ്ങൾ കൂടെ നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനുണ്ട്. എന്നാൽ ഞാൻ ഒടുവിലായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീകമായ ആ പക്വതയുടെ വളർച്ചയിലേക്ക് നാം മുന്നോട്ട് പോകുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനുപാതികമായ ഒരു വളർച്ച ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് ആ വളർച്ച പ്രതിഫലിച്ച് കാണുവാനായിട്ട് ഇടയാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആന്തരികമായ അവയവങ്ങൾക്കും ബാഹ്യമായ അവയവങ്ങൾക്കും ആനുപാതികമായ നിലയിൽ ഒരു വളർച്ച ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥനാ ജീവിതം, നമ്മൾ ബൈബിൾ വായന, മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചതായ ഭൗതികമായ നന്മകൾ നൽകുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നത്, ഇങ്ങനെ ഒട്ടനവധി ആത്മീയമായിരിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ആനുപാതികമായിരിക്കുന്ന വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി ഗ്രോത്ത് നമുക്കുണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം അത് ആനുപാതികമായ വളർച്ച ഉണ്ടായിരിക്കണം. രണ്ടാമത് നാം ചിന്തിക്കുമ്പോൾ ഒരു പുരോഗമനമായ വളർച്ചയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ച്? പ്രോഗ്രസീവ് ഗ്രോത്ത്. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത്, രണ്ടാമത് ഞാൻ പറയുന്നത് പ്രോഗ്രസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുരോഗമനമായ വളർച്ച, ആരോഗ്യകരമായ വളർച്ച, ആ വളർച്ച പ്രതിഫലിച്ച് കാണണം. നമുക്കറിയാം, ഒരു വളർച്ച ഉണ്ടാകുന്ന കാര്യം നമുക്ക് കണ്ണിന് പെട്ടെന്ന് കാണത്തില്ല അല്ലേ? ഒരു കുഞ്ഞ് വളർന്ന് നമുക്ക് പെട്ടെന്ന് കാണാം, നോക്കിയിരുന്നാൽ കാണാൻ പറ്റുമോ? ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റു അല്ലേ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ആ കുഞ്ഞിന് നിന്നെ പോലെ വളർച്ച ഉണ്ടായിരുന്നു. അതുപോലെ ആത്മീയമായി നാം വളരുന്നു എന്നുള്ളത് നമുക്കും കാണണം. നാം ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കണം, മറ്റുള്ളവരും നമ്മുടെ ആത്മീയമായ ജീവിതത്തിലെ വളർച്ച കാണുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പം അത് പ്രോഗ്രസീവ് ഗ്രോത്ത്. പിന്നെ അടുത്തത്, പ്രോഗ്രസീവ് ഗ്രോത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ളതായ കഴിവ് വേണം. ഒന്ന്, ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം. നമ്മുടെ ശാരീരികമായ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ളതായ സെല്ലുകളാണുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് എന്താണ്? നമ്മളെ രോഗപ്രതിരോധ ശക്തിയുള്ളത് ഒരെണ്ണമുണ്ട്. പിന്നെ രോഗത്തെ എതിർത്ത് നിൽക്കാൻ, അറ്റാക്ക് ചെയ്യാനുള്ളതായ അണുക്കളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാനുള്ളതായ ശക്തി ലഭിക്കണമെങ്കിൽ അതൊരു പ്രോഗ്രസീവ് വളർച്ചയിലാണ് സാധിക്കുന്നത്. ആ പ്രോഗ്രസീവ് വളർച്ചയിൽ നമുക്കുണ്ടാകുന്നതായ ആത്മീയമായ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ, അതിനോട് പോരാടാനുള്ളതായ ശക്തി നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകണം. അങ്ങനെ നമുക്ക് ആ പ്രായത്തിൻ്റെതായ വളർച്ചയിലേക്ക് കടക്കാനായിട്ട് ഇടയായിത്തീരും. പിന്നെ ഒടുവിലായിട്ടാണ് നാം കാണുന്നത്, നാം പറഞ്ഞതായ എന്താണ് ഒടുവിൽ പറഞ്ഞതെന്താ? പക്വതയിലേക്ക് വരിക. അതാണ് പ്രൊഡക്റ്റീവ് ഗ്രോത്ത്. പ്രൊഡക്റ്റീവ് ഗ്രോത്ത്. നമുക്കറിയാം, ഒരു മാവ് നമ്മൾ നട്ടു അല്ലേ, ഒരു മാവ് തൈ നട്ടു, അത് വളർന്നാൽ ഉടനെ ഒന്നും ഫലം ഉണ്ടാകില്ല. അതിനൊരു സമയമുണ്ട്. ആ സമയമാകും പൂർത്തിയാകും, പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യും? ആ വളർച്ച പൂർത്തിയായി അതിൽ ഫലം കായ്ക്കാനാകുമ്പോഴേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫലം അന്വേഷിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നാം വളർന്ന് നാം പക്വതയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലങ്ങൾ കാണാനായിട്ട് ഇടയായിത്തീരും. അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിത്തീരേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഓർത്തു. ഒടുവിലായിട്ട് ഒന്ന്, ഒരു ആനുപാതികമായ വളർച്ച, പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത്. രണ്ടാമതായിട്ട് നാം ഓർത്തത് ഒരു പ്രോഗ്രസീവ് ഗ്രോത്ത്, അത് പുരോഗമനപരമായ ആരോഗ്യകരമായ വളർച്ച. അതെന്തിനു വേണ്ടിയാണ്? നാം ചെറുത്തു നിൽക്കുവാനും പോരാടുവാനും നമുക്ക് ബലം ലഭിക്കേണ്ടതിനാണ്. ഒടുവിലായിട്ട് നാം ഓർത്തത് പ്രൊഡക്റ്റീവ് ഗ്രോത്ത്, അത് ഫലമുളവാക്കുന്ന പ്രായപൂർത്തിയിലെത്തിയതായ വളർച്ചയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുദിനവും പ്രായോഗികമാക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ്.
നമ്മൾ ഈ ചിന്തിച്ചതായ സ്റ്റേജുകളൊക്കെ നമ്മളൊക്കെ ഏത് അവസ്ഥയിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ നമുക്ക് ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി ഉണ്ടാകേണ്ടതെന്ന് നാം തിരിച്ചറിയുകയും അതിനുവേണ്ടി പഠനം മുഖാന്തരമായി തീരുകയും ചെയ്യട്ടെ. എൻ്റെയും ആത്മീയമായ ജീവിതത്തിൽ ഞാൻ വർഷങ്ങളായി ഈ കർത്താവിലേക്ക് വന്ന് ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരുകയാണ്. ഞാൻ ഇതുവരെയും ഒന്നുമായിട്ടില്ല എന്നുള്ളതായ ചിന്തയാണ് എന്നെ എപ്പോഴും ഭരിക്കുന്നത്. എന്നാൽ എനിക്ക് ലഭിച്ചതായ ആത്മീയമായ വെളിച്ചമനുസരിച്ച് ഈ കർത്താവിൽ വളരുവാൻ, എൻ്റെ കർത്താവിനെ തലയോളം വളരണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിൽ എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പഠനം തുടരുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ വചന കേൾവി നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.